ഹലോ ഗൈസ്, എല്ലാവർക്കും രേഷ് വിഷ്ണു ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊൽക്കത്ത ഹോട്ടലിലാണ്, ആസാം ടു കേരള ട്രിപ്പിൽ. ഇത് മാർച്ചിലെടുത്ത വീഡിയോ ആണ്, ഇപ്പോഴത്തെ അല്ല. ഞങ്ങൾ റിറ്റ്സിൽ ആസാമിൽ നിന്ന് കോഴിക്കോട് വരെ പോയ ട്രിപ്പിലുള്ള വീഡിയോ ആണ് ഇത്. പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഞങ്ങളിത് ആ ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ മാപ്പിൽ ഇങ്ങനെ കൊൽക്കത്ത ആ ഒരു മെയിൻ സിറ്റിയിൽ നിന്ന് നോക്കുമ്പോഴാണ് ക്യൂൻ വിക്ടോറിയ മെമ്മോറിയൽ പാലസിൻ്റെ അവിടെ എഴുതിയിട്ടുള്ള മാപ്പിലുള്ള കണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ടേക്ക് അങ്ങ് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളിതാ ഹൈവേയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈവേന്ന് മാറി സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞ് രാവിലെ നല്ല ട്രാഫിക് ബ്ലോക്ക്. ഇനി കുറച്ച് നല്ല ബ്ലോക്കിലൊക്കെ പെട്ടിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ കൊൽക്കത്ത എന്ന് പറയുന്ന മെയിൻ സിറ്റിയാണോ ബിസിനസ്സിൻ്റെ ഒക്കെ മെയിൻ സിറ്റികളിൽ വരുന്നൊരു സിറ്റിയാണ് കൊൽക്കത്ത സിറ്റി. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ റഷ് സ്വാഭാവികം. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ റഷിലൂടെയൊക്കെ കടന്ന് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വലിയ വലിയ ഹൈടെക് ബിൽഡിങ്ങുകളും നല്ല റോയൽ ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ബ്ലോക്കിൽ പെട്ട് കുറച്ചൊന്ന് മുഷിഞ്ഞാണ് പോകുന്നത്. ഈ ഒരു ഹോട്ടൽ ഒരു വ്യത്യസ്തമായ ഹോട്ടലാണ്. രണ്ടും കൂടി ഇൻ്റർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് കൂടെ പാലം പോലെ അതിൽ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അത് കുറച്ച് ഞങ്ങൾ മെല്ലെ ആ ഒരു ഭാഗം ക്രോസ് ചെയ്യുമ്പം മെല്ലെയാണ് പോയത്. പിന്നെ അതാ നമ്മൾ അങ്ങനെ മെല്ലെ മെല്ലെ ഹൗറ ബ്രിഡ്ജിലേക്ക് എത്തി. അപ്പോൾ ഹൗറ ബ്രിഡ്ജെല്ലാം കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് ഉള്ളൂ നമ്മളെ വിക്ടോറിയ മെമ്മോറിയലിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മളത് മെയിൻ എൻട്രൻസിലേക്ക് എത്തി. അവിടെ പാർക്കിംഗ് കുറച്ച് കുറവാണ്. അതായത് പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റീസ് അവിടെ അത്ര ഇല്ല. നമ്മൾ അധികം അവിടെ നിൽക്കാൻ വരുന്നവരൊക്കെ റിക്ഷ ക്യാബ്സൊക്കെ വിളിച്ച് വരുന്നതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പിന്നെ കുഴപ്പമില്ല. നമ്മൾ ഓൺ വെഹിക്കിളിൽ പോകുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ ടിക്കറ്റ് എടുക്കാനുണ്ടാവും, ഒരാൾക്ക് 30 രൂപ അങ്ങനെ എന്തോ സംതിങ് ഉള്ളൂ. അപ്പം എന്തായാലും ഞാനൊരു കുഞ്ഞ് ഇൻട്രോ പറയുന്ന വീഡിയോ ആണിത്. അപ്പം അങ്ങനെ നമ്മളതാ ക്യൂൻ വിക്ടോറിയ മെമ്മോറിയലിലേക്ക് അകത്ത് മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കാണുമ്പോൾ അധികം ആൾക്കാരും ഇല്ലയെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞങ്ങൾ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോഴാണ് തോനെ ആൾക്കാരുണ്ടായിരുന്നത്. ഇവിടെ പുറത്ത് തന്നെ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അന്നിങ്ങനെ ഓരോരോ പേരും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ പേരൊന്നും ഓർമ്മയില്ല. അങ്ങനെ ഇതിൻ്റെ വലതുവശത്തായിട്ട് നല്ലൊരു അടിപൊളി ലേക്കും നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലസ് കാണാൻ നല്ല അടിപൊളിയാണ്. എന്താ പറയുക, നമ്മൾ ആ ഒരു താജ്മഹലൊക്കെ കാണുമ്പോൾ അതേപോലത്തെ ഒരു ഫീൽ തന്നെയായിരുന്നു ഞങ്ങൾക്കിത് കാണുമ്പോഴും. നല്ല അടിപൊളി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ എത്രയോ തവണ ഞങ്ങൾ ആസാം ടു കേരള ഞങ്ങൾ കാറിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടില്ല. അപ്പോൾ മെയിൻ സിറ്റിയിൽ എന്താ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ മാപ്പിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴാണ് ഞാനിങ്ങനെ കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഏതായാലും പോകുന്ന വഴിയല്ലേ. 1901 ക്യൂൻ വിക്ടോറിയയുടെ മരണശേഷം അന്നത്തെ വൈസ്രോയ് ലോർഡ് കേഴ്സനാണ് ഈ സ്മാരകം പണിയാൻ നിർദ്ദേശിച്ചത്. അങ്ങനെ 1906 ഇതിൻ്റെ തറക്കല്ല് പ്രിൻസ് ഓഫ് വെയിൽസും കിങ് ജോർജ് 5 തറക്കല്ലിട്ടത്. അതിനുശേഷം 1910 ഇതിൻ്റെ പണി തുടങ്ങുകയും ഏകദേശം 1921 ഇതിൻ്റെ പണി കഴിയുകയും ചെയ്തു. ജനങ്ങൾക്ക് വേണ്ടി മ്യൂസിയം വന്നത് ആ വർഷം തന്നെ 1921 വർഷത്തിൽ തന്നെ തുറന്നു കൊടുക്കുകയും ചെയ്തു. ഏകദേശം ഇത് വരുന്നത് 1,05,00,000 രൂപയിലാണ് ഇത് ചിലവായത്. പിന്നെ ഇത് ഓൾമോസ്റ്റ് ലൊക്കേറ്റഡ് ഏരിയ 57 ഏക്കേഴ്സിലാണ് ഇതുള്ളത്. പിന്നെ അതിൽ നിന്നും ചിലവായത് 1,05,00,000. അതിൽ നിന്ന് ഇന്ത്യക്കാരിൽ നിന്നാണ് കൂടുതലും പിരിച്ചെടുത്തതെന്നാണ് ഞാനിങ്ങനെ സെർച്ച് ചെയ്തതിൽ എനിക്ക് കണ്ടുകിട്ടിയത്. പിന്നെ ഇവിടെ അകത്ത് തന്നെ 9ഓളം ഗാലറികളുണ്ട്. അതിൽ എൻട്രൻസ് ഹാള്, പിന്നെ റോയൽ ഗാലറി, ക്യൂൻ ഹാള്, പോർട്രേറ്റ് ഗാലറി, പിന്നെ അത് പ്രിൻസ് ഹാള്, നാഷണൽ ലീഡർ ഗാലറി, ഇന്ത്യൻ സ്കൂൾ ഓഫ് ആർട്ട്, പിന്നെ കൽക്കത്ത ഗാലറി, പിന്നെ ദർബാർ ഹാള്, പിന്നെ അതേപോലെ തന്നെ പുരാണ വസ്തുക്കൾ, കോയിൻസ്, സ്റ്റാമ്പ്, പണ്ടത്തെ കാലത്തെ മാപ്പുകൾ, തോക്ക്, ടിപ്പു സുൽത്താൻ്റെ വാള്, അങ്ങനെ കുറേയേറെ സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ നമ്മളെ ദൈവങ്ങളുടെ ഫോട്ടോസും സ്കൾപ്ചേഴ്സും അങ്ങനെ കുറേ ആയിട്ട് നല്ല അടിപൊളിയാണ്. എത്ര നോക്കിയാലും
മതി വരാതെ കുറേ അടിപൊളി പെയിൻറ്റിങ്സ്. പിന്നെ ഈ ഒരു പാലസിൻ്റെ സെൻറ്റർ വ്യൂ ഓഫ് പോയിൻ്റ് തന്നെ ക്വീൻ വിക്ടോറിയയുടെ നല്ല അടിപൊളി വലിയൊരു സ്റ്റാച്യു തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കുറേ ആർച്ച് ഷേപ്പിൽ തന്നെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ പണ്ടത്തെ കാലത്ത് നടന്ന ഓരോരോ മെയിൻ മെമ്മറബിളുടെ പെയിൻറ്റിങ്സ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫേമസ് പെയിൻറ്റേഴ്സായ തോമസ് ഡാനിയലിൻ്റെയും വില്യം ഡാനിയലിൻ്റെയും നല്ല അടിപൊളി വാൾ പെയിൻറ്റിങ് അവിടെ കാണാനുണ്ട്. അതുപോലെ തന്നെ ക്വീൻ വിക്ടോറിയ മെമ്മോറിയൽ പാലസിൻ്റെ ഒരു മിനി സ്കൾപ്ചറും പിന്നെ പണ്ടത്തെ രാജാക്കന്മാർ യൂസ് ചെയ്ത ഡ്രസ്സ്, രക്തക്കറയുള്ള കത്തികൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണാം. വെറൈറ്റി ടൈപ്പ് ഗണ്ണുകൾ, പീരങ്കി, അങ്ങനെ കാര്യങ്ങളൊക്കെ. നല്ല കുഞ്ഞ് ഗണ്ണ് തൊട്ട് വലിയ ഗണ്ണ് വരെ, കുഞ്ഞ് കത്തി തൊട്ട് വലിയ കത്തികൾ വരെ, അങ്ങനെ കുറേ അടിപൊളി സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ മേഗ്നൂസ് നല്ല ഹാപ്പി ആയിട്ട് അവൾക്ക് ഇങ്ങനെ കറങ്ങാൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്ഥലത്തും നന്നായിട്ട് കറങ്ങിക്കൊള്ളും. പിന്നെ മെയിനായിട്ട് എൻ്റെ അനിയത്തിയുള്ളതുകൊണ്ട് അവൾക്ക് പിന്നെ വേറെ ആരും വേണ്ട, അവളെ വല തൂങ്ങി തന്നെ അങ്ങനെ നടന്നോളും. പിന്നെ ഇതിൻ്റെ മുകളിലേക്കും കുറേ സാധനങ്ങൾ കാണാനുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അവിടുന്ന് നല്ല മെയിൻ വ്യൂ ഓഫ് പോയിൻ്റാണ്, അടിപൊളിയാണ്. നമ്മൾ എൻട്രൻസിലൂടെ വരുന്നതല്ല മെയിൻ എൻട്രൻസ്, അത് ശരിക്കും പറഞ്ഞാൽ ഈ ക്വീൻ വിക്ടോറിയ പാലസിൻ്റെ ബാക്ക് സൈഡാണ് വരിക. അതായത് നമ്മൾ അവിടുന്ന് ചുറ്റി വേണം നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് പോകാൻ. നമ്മൾ എൻട്രൻസിലൂടെ കയറുന്നത് ശരിക്കും അതിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ടാണ് വരിക. ഇവിടെ കുറേ നല്ല അടിപൊളി ദൈവങ്ങളുടെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. കുറേ നേരം ഇങ്ങനെ കണ്ടു നിന്നു. ഇവിടെ കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. പക്ഷേ ഇവിടെ കണ്ടു നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ അപ്സ്റ്റേഴ്സിലും തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ ഒക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലീഡേഴ്സിൻ്റെ കുറേ ഫോട്ടോസും അവരുടെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ക്വീൻ വിക്ടോറിയ മെമ്മോറിയൽ റിലേറ്റഡ് ആയിട്ട് ഇന്ത്യക്ക് കുറേ സംഭവങ്ങളൊക്കെ അവിടെ വീഡിയോസായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് അവിടെ അതിനകത്ത്. എന്താ പറയുക, ഇങ്ങനൊരു സംഭവം ഉള്ളത് കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാനങ്ങനെ മാപ്പിൽ നോക്കിയിട്ടാണ് ഇത് അറിഞ്ഞത് എനിക്ക്. അപ്പോൾ കൊൽക്കത്ത വിസിറ്റ് ചെയ്യുന്നവരൊക്കെ ഈ ഒരു പ്ലേസ് കണ്ട് വിസിറ്റ് ചെയ്താൽ അത്രയും നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് കൂടുതൽ കളക്റ്റീവായ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത ഏതെങ്കിലും നല്ല അടിപൊളി സ്ഥലം അറിയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ.